ഇതാണ് ഈ ചാനലിൽ നമ്മൾ ആദ്യമായിട്ട് അൺബോക്സ് ചെയ്യാൻ പോകുന്ന മെറ്റൽ ബാക്ക് ഉള്ള ഫോൺ. പ്ലാസ്റ്റിക് ബാക്ക്, ഗ്ലാസ് ബാക്ക്, വീഗൻ ലെതർ ബാക്ക് ഉള്ള ഫോൺസ് ഒക്കെ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മെറ്റൽ ബാക്കുമായി വരുന്ന OnePlusന്റെ ലേറ്റസ്റ്റ് OnePlus Nord 4. ഞാൻ ആക്ച്വലി ഇതിന് മുൻപും മെറ്റൽ ബാക്ക് ഉള്ള ഫോൺസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ പഴയ Redmi Note 3. HTC M8 ഓർമ്മയുണ്ട്. ബ്യൂട്ടിഫുൾ ഡിസൈൻ ഉള്ള ഫോണായിരുന്നു, അതായത് മെറ്റൽ ബാക്ക് ഡിസൈൻ ആയിരുന്നു. അതായിരുന്നു ഒരു കാലത്ത് എൻ്റെ ഡ്രീം ഫോൺ. എനിവേ, നിങ്ങൾ മെറ്റൽ ബാക്ക് ഉള്ള ഫോൺസ് ഉപയോഗിച്ചിട്ടുണ്ടോ? അതോ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിയിൽ ആരുടെങ്കിലും കയ്യിൽ മെറ്റൽ ബാക്ക് ഉള്ള ഫോൺ ഉണ്ടോ? ഏത് ഫോണാണ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം ഷെയർ ചെയ്യാം. ഒരു വൈറ്റ് സ്ട്രിപ്പ് കണ്ട് ഇവിടെ, ഞാൻ ക്ലോസപ്പ് പിന്നെ കാണിച്ചു തരാം, ഇവിടെ ക്ലിയർ ആയിട്ട് വരുന്നില്ലെങ്കിൽ. ഈ വൈറ്റ് സ്ട്രിപ്പ് എന്തിനാണെന്ന് അറിയാം? ആന്റിന ലൈൻസ് ആണ്. അതായത് മെറ്റൽ നമ്മുടെ റിസപ്ഷനെ കുറയ്ക്കാറുണ്ട്. അതുകൊണ്ടാണ് ഫോർ എക്സാമ്പിൾ മെറ്റൽ ഫ്രെയിം, ഇതിൽ ബാക്ക് ഗ്ലാസ് ആണെങ്കിലും ഫ്രെയിം മെറ്റൽ ആണ്. 2 വൈറ്റ് ലൈൻസ് കണ്ടോ? എന്നാൽ അതേ സമയത്ത് ടോപ്പിൽ നോക്കിക്കോ, ടോപ്പിൽ ഇവിടെ ആയിട്ട് ലൈൻസ് ഒന്നുമില്ല. കാരണം ഇതിന്റെ ടോപ്പ് പോർഷൻ ഗ്ലാസ് വെച്ചാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിന്റെ മെറ്റൽ ബാക്ക് ആണെങ്കിലും ആ ഒരു മെറ്റൽ ഒരു ഫിനിഷും ലുക്ക് ഉണ്ടല്ലോ, അന്യായ പ്രീമിയം ഫീൽ ആണ് തരുന്നത്. പക്ഷെ അതേ സമയത്ത് ഭയങ്കര സ്ലിപ്പറി ആണ്. അതായത് ഇതുപോലുള്ള ലൈൻ ഡിസൈൻ ഉണ്ട്. ഇത് ആക്ച്വലി ഡിസൈൻ മാത്രമാണ്, ഗ്രൂവ്സ് അല്ലെങ്കിൽ അങ്ങനെ ടെക്സ്ചർ ഒന്നും തന്നിട്ടില്ല. അത് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു മെറ്റാലിക് ഒരു ഫീൽ കിട്ടിയേനെ, അതിനോടൊപ്പം തന്നെ കുറച്ചും കൂടി ഗ്രിപ്പ് കിട്ടിയേനെ. പക്ഷെ ഓവറോൾ ഐ റിയലി ലൈക്ക് ദ മെറ്റാലിക് ഫിനിഷ്. ഫോണിന്റെ തിക്നെസ്സും വെയിറ്റ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. പിന്നെ യൂണി ബോഡി ഡിസൈനിലാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഈ ബാക്ക് തന്നെയാണ്, അത് കണ്ടില്ലേ, കർവ് ആയിട്ട് ഫ്രെയിം ആയി മാറുന്നത്. പിന്നെ OnePlus ഫാൻസിന് വേണ്ടി ഇതാ ഇവിടെ അലേർട്ട് സ്ലൈഡർ കൊടുത്തിട്ടുണ്ട്. ഈ Note 4 ഈ കാണുന്ന 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. പിന്നെ ഈ സ്പ്ലിറ്റ് ഡിസൈൻ കണ്ടോ, വളരെ സിമിലർ ഡിസൈൻ പണ്ട് ഒരു ഫോണിൽ വന്നിട്ടുണ്ട്. അത് ഏത് ഫോണാണ് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. പിന്നെ OnePlus എന്താ ഇത്, ബബിൾ ഷൂട്ടറൊക്കെ ഉണ്ടല്ലോ. ഈ ബ്ലോട്ട്വെയർസ് അല്ലെങ്കിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് തരുമ്പോൾ അതിനൊരു നിലവാരമുണ്ട്. അതായത് നെറ്റ്ഫ്ലിക്സ്, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ആമസോൺ പ്രൈം ഒക്കെ ആണെങ്കിൽ നമ്മൾ സഹിക്കും. ഈ ബബിൾ ഷൂട്ടറൊക്കെ. പിന്നെ ഗ്ലോബൽ സെർച്ച് എന്നൊരു ഫീച്ചർ ഉണ്ട്. അതായത് കണ്ടില്ലേ, താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ വരുന്നൊരു ഫീച്ചറാണ്. ഇവിടെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഫ്ലിപ്കാർട്ട് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ താഴെ കണ്ടോ റെക്കമെൻഡേഷൻസ് നൈസായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ആപ്പ് മാർക്കറ്റ് ഉണ്ട്. അതായത് ഈ റെക്കമെൻഡേഷൻസ് മാത്രം തരാൻ വേണ്ടിയുള്ള സംഭവമാണ് ഈ ആപ്പ് മാർക്കറ്റ്. അത് ഇവിടെ വരുന്നുണ്ട്. വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാം. ഇങ്ങനെ ഒരു കാലത്ത് ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിന്റെ പര്യായമായിരുന്നു ഓക്സിജൻ OS. ഇനിയില്ല. ഓക്കെ, ഓക്സിജൻ OS റെസ്റ്റ് ഇൻ പീസ്. അതായത് ഓക്സിജൻ OS ചത്തു, ഓപ്പോ കൊന്നു. ഓക്കെ, സോ ഇത് ഫുൾ ഫ്ലെജ്ഡ് കളർ OS ആണ്. ആക്ച്വലി ഓപ്പോ ആയിക്കോട്ടെ, റിയൽമി ആയിക്കോട്ടെ, ഈവൻ OnePlus ആയിക്കോട്ടെ, 3 ബ്രാൻഡുകളുടെ ഫോൺസിൽ ഇപ്പോൾ കളർ OS ആണ് വരുന്നത്. സോ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി എന്ത് പറഞ്ഞുകൊണ്ടാണ് OnePlusന്റെ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്? പണ്ട് ഓക്സിജൻ OS എന്നൊക്കെ പറയായിരുന്നു. ഇപ്പോൾ അതും ഇല്ല. അപ്പോൾ ഈ 3 ബ്രാൻഡുകളുടെ ഫോൺസിലും കളർ OS ആയതുകൊണ്ട് ഒരു പോസിറ്റീവ് ഉണ്ട്. അതായത് ഈ അപ്ഡേറ്റ്സ് ഒക്കെ ടൈമിൽ കിട്ടുന്നുണ്ട്. കാരണം 3 ബ്രാൻഡുകളുടെ ഫോൺസിലും സെയിം അപ്ഡേറ്റ്സ് അയച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു ഈ ഫോണിന്റെ കൂടെ OnePlus 4 വർഷത്തെ OS അപ്ഗ്രേഡ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി നൈസ് ആക്ച്വലി. നല്ല സ്മൂത്ത് ആൻഡ് പോളിഷ്ഡ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. കണ്ടില്ലേ, ആ ഒരു ആപ്പ് ഓപ്പണിംഗ്, ആപ്പ് ക്ലോസിംഗ്, ആനിമേഷൻസ് ആണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ്. വളരെ ബ്യൂട്ടിഫുള്ളി ആണ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് മോട്ടർ കൊടുത്തിട്ടുണ്ട്, എല്ലായിടത്തും ഉണ്ട്. സോ ടൈപ്പ് ചെയ്യുമ്പോൾ എന്തായാലും ഉണ്ട്. ഈവൻ വോളിയം കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും റീസെന്റ് മെനു, ആപ്ലിക്കേഷൻ, ക്യാമറ, UI എല്ലായിടത്തും OnePlus വളരെ നല്ലോണം അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കളർ OSൽ ഈയിടെ വന്ന AI ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇറേസ് ടൂൾ അല്ലെങ്കിൽ ഒബ്ജക്ട് റിമൂവർ ഫീച്ചർ. എനിക്ക് ആനിമേഷൻ ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ ഈ മാർവലുള്ള സ്നാപ്പ് ചെയ്യുമ്പോൾ ഒരു പൊടിഞ്ഞു പോകുന്ന ആനിമേഷൻ, അതുപോലുള്ളൊരു ആനിമേഷനാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്താൽ അവിടെയും അടിപൊളി ഒരു ആനിമേഷൻ ഉണ്ട്. ചെക്കൗട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. പിന്നെ ഒരു വെബ് പേജ് വായിച്ചു തരുന്ന AI സ്പീക്കർ ഫീച്ചർ, അതുപോലെ തന്നെ ആ ഒരു വെബ്സൈറ്റ് സമ്മറൈസ് ചെയ്ത് തരുന്ന AI സമ്മറി ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് നോക്കുന്നവർക്ക് വേണ്ടി ഗുഡ് ന്യൂസ് ഉണ്ട്. കാരണം ഈ ഫോണിൽ Qualcomm Snapdragon 7+ Gen 3 ചിപ്സെറ്റ് ആണ് ഇട്ട് തന്നിരിക്കുന്നത്. എന്നാൽ എന്താണെന്ന് അറിയില്ല, AnTuTu സ്കോർ കണ്ടില്ലേ, 11 ലക്ഷം മാത്രമേ വരുന്നുള്ളൂ. അതായത് ഇതേ ചിപ്സെറ്റ് ഉള്ള റിയൽമി GT60 ഉണ്ടല്ലോ, അതിൽ ഓൾമോസ്റ്റ് 14 to 15 lakhs വരെ കിട്ടുന്നുണ്ട്. അത്രയും കിട്ടണം. ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല, അതോ ബാറ്ററി ബാക്കപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണോ, ഐ ഡോണ്ട് നോ. പക്ഷേ OnePlus ഈ ഫോണിനെ ചെറിയ രീതിയിൽ അണ്ടർ ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫുൾ പൊട്ടൻഷ്യൽ, ഫുൾ പെർഫോമൻസ് തുറന്നിട്ടിട്ടില്ല. മെറ്റൽ ബാക്ക് ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, ഹീറ്റിംഗ് ഒരു ഇഷ്യൂ ആവുമോ ഇല്ലയോ എന്ന്. പക്ഷേ നോർമൽ ഫോൺ ഹീറ്റ് ആവുന്ന പോലെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ വെയിലത്ത് ഫോട്ടോസും വീഡിയോസും എടുക്കുമ്പോൾ ഏത് ഫോണാണെങ്കിലും ചെറിയ രീതിയിൽ
ഹീറ്റ് ആവും. പക്ഷേ ആ ഹീറ്റ് പെട്ടെന്ന് തന്നെ കൂൾ ഡൗൺ ആവുന്നുണ്ട്. ഈ വേപ്പർ ചേമ്പർ കൂളിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഹീറ്റിംഗ് ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. നല്ല ചിപ്സെറ്റ് ആണ്, പക്ഷേ ഈ പ്രൈസ് റേഞ്ചിലുള്ള ഏറ്റവും പവർഫുൾ ചിപ്സെറ്റ് ആണെന്ന് പറയാൻ പറ്റൂല. അത് മിക്കവാറും നമ്മുടെ പോക്കോ F6ലുള്ള 8s Gen 3 ആയിരിക്കും, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ നിയോ 9 Pro ഉണ്ടല്ലോ, ഐക്കോ നിയോ 9 Pro, അതിലുള്ള 8+ Gen 1 ചിപ്സെറ്റ് ഒക്കെ ഇതിനേക്കാളും പവർഫുൾ ആണ്. പക്ഷേ ഈ ചിപ്സെറ്റും നല്ലതാണ്. എന്നാൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഈ ഫോണിന്റെ 128GB വേരിയന്റ് ഉണ്ടല്ലോ, അതിൽ UFS 3.1 സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്റെ സജഷൻ ആയിരിക്കും ഓഫറും ഡിസ്കൗണ്ട് ഒക്കെ ചേർത്ത്, ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്, ആ ഡിസ്കൗണ്ട് ഒക്കെ ചേർത്ത് 8GB 256GB നിങ്ങൾ വാങ്ങാൻ നോക്കുക. ഓക്കെ, അതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. BGMI എക്സ്ട്രീം പ്ലസ്, അതായത് 60 FPS പ്ലസ് അല്ലെങ്കിൽ 90 FPS പറയാറുണ്ട്. ഫീച്ചർ അൺലോക്ഡ് ആണ്. നല്ല ഗെയിം പ്ലേ കിട്ടുന്നുണ്ട്. അത്യാവശ്യം സ്റ്റേബിൾ FPS ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ മൾട്ടിപ്പിൾ ഗെയിംസ് കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് COD കളിച്ചു, ആസ്ഫാൾട്ട് കളിച്ചു. എല്ലാത്തിലും നല്ലൊരു സ്മൂത്ത് പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. ഹീറ്റിംഗ് എനിക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. പിന്നെ നോർമലി കിട്ടുന്ന 5000 mAh ബാറ്ററിക്ക് പകരം 5500 mAh ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഈസിലി 1.5 ദിവസം പോകും. 100 വാട്ടിന്റെ ചാർജർ ബോക്സിൽ തന്നെ കിട്ടുന്നുണ്ട്. ഈസിലി നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ആ ഒരു ചാർജർ ഉപയോഗിച്ച് വെറും അരമണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. സോ ബാറ്ററി ആണെങ്കിലും ചാർജിങ് ആണെങ്കിലും ഫുൾ മാർക്സ്. പിന്നെ ചില റിവ്യൂവേഴ്സ് ഈ ഫോണിൻ്റെ ബ്രൈറ്റ്നസിനെ കുറിച്ച് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് പുറത്ത് കൊണ്ടുപോകുമ്പോൾ, അതായത് ബേസിക്കലി നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ അത്രയും ക്ലിയർ അല്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഈ ഡയറക്റ്റ് സൺലൈറ്റ് വരുമ്പോൾ മാത്രമേ ഇഷ്യൂ ഉള്ളൂ, അല്ലെങ്കിൽ ഔട്ട്ഡോറും വായിക്കാനൊക്കെ പറ്റും. അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. എന്നാൽ കളേഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, അതിലൊരു ഇഷ്യൂ ഇല്ല. സോ നിങ്ങൾ ഒരുപാട് മൂവീസും TV സീരീസൊക്കെ കാണാറുണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ എക്സ്പീരിയൻസ് കിട്ടും. അതിനോടൊപ്പം തന്നെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് കണ്ടില്ല, നല്ല മിനിമം ബെസൽസ് ആയതുകൊണ്ട് നല്ലൊരു പ്രീമിയം എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. 1.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ദാറ്റ് ഈസ് വെരി നൈസ്. പക്ഷേ ഫസ്റ്റ് ടൈം സെറ്റപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ സെറ്റിംഗ്സിൽ കയറിയിട്ട് 1.5K സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഹൈ സെലക്ട് ചെയ്യണം. എന്നാലേ ആ ഒരു 1.5K റെസൊല്യൂഷൻ കിട്ടുകയുള്ളൂ. പക്ഷേ ബാറ്ററി കൺസംപ്ഷൻ കൂടും. പിന്നെ OnePlus അവരുടെ ഡിസ്പ്ലേയുടെ കൂടെ തരുന്ന ഒരു എക്സ്ട്രാ ഫീച്ചർ ഈ ഫോണിൽ വരില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതാണ്, അറിയാലോ, ഗ്രീൻ ലൈനിൻ്റെ ഫീച്ചർ. വന്നു കഴിഞ്ഞാൽ പിന്നെ സർവീസ് സെൻറ്റർ കയറി ഇറങ്ങേണ്ടി വരും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ സൗണ്ട് ഇവിടുന്ന് വരുന്ന പോലെയാണ് തോന്നുന്നത്. അതായത് ഒരു 65-35 എന്നൊക്കെ പറയാൻ പറ്റും, ആ റേഷ്യോയിലാണ്. ഓക്കെ, പക്ഷേ സ്റ്റിൽ നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സ് ആണ്. സോ നൈസ്. ഇതിലുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ നല്ലോണം വർക്ക് ആവുന്നുണ്ട്, ഫാസ്റ്റ് ആണ്. ഫോണിൻ്റെ മേളിൽ IR ബ്ലാസ്റ്റർ ഉണ്ട്. ഈ ഫോൺ NFC-യും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സാംസങ് ഫോൺസിൽ വരുന്ന ഒരു വളരെ യൂസ്ഫുൾ ഫീച്ചറാണ് മെയിൻ്റനൻസ് മോഡ്. അതായത് നമ്മൾ നമ്മുടെ ഫോൺ റിപ്പയറിന് വേണ്ടി കൊടുക്കുമ്പോൾ ഈ മെയിൻ്റനൻസ് മോഡിൽ ഇട്ട് കൊടുത്താൽ മതി. മറ്റാർക്കും നമ്മുടെ ഫോണിലുള്ള പ്രൈവറ്റ് ഡീറ്റെയിൽസ് ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. വളരെ സിമിലർ ഒരു ഫീച്ചർ ഈ ഫോണിലുണ്ട്, അതാണ് റിപ്പയർ മോഡ്. ഓക്കെ, സെയിം ഫംഗ്ഷൻ ആണ്, വെരി യൂസ്ഫുൾ ഫീച്ചർ. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡയലർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് സൈലന്റ് കോൾ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. 9 5G ബാൻഡ്സിനുള്ള സപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. കോൾ ക്വാളിറ്റി ആണെങ്കിലും റിസപ്ഷൻ ആണെങ്കിലും ഈവൻ ഈ ഇയർ പീസിന്റെ സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. അവിടെ യാതൊരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. ഫോണിന്റെ ക്യാമറ പെർഫോമൻസ് സർപ്രൈസിംഗ്ലി നല്ലതാണ്. 50 മെഗാപിക്സലിലെ സോണിയുടെ ലിറ്റിയ 600 സെൻസർ ആണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ ഈ ബിൽഡിങ്സ് ആണെങ്കിലും ഫ്ലവേഴ്സ്, സ്കൈ, പച്ചപ്പിന്റെ ഒക്കെ ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്. അതായത് ഡീറ്റെയിൽസും കളേഴ്സൊക്കെ നല്ലോണം കാണിക്കുന്നുണ്ട്. കുറച്ച് കോൺട്രാസ്റ്റ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. അതിനോടൊപ്പം തന്നെ പോർട്രേറ്റ് ഫോട്ടോസിലുള്ള കട്ടൗട്ട് കണ്ടില്ലേ, നല്ലതാണ്. എന്നാൽ സ്കിൻ ടോൺ അത്യാവശ്യം ഇങ്ങനെ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഭയങ്കര സ്മൂത്തനിങ് നടക്കുന്നുണ്ട്. ഓപ്പോ എഫക്റ്റ് എന്നൊക്കെ പറയാൻ പറ്റും. എനിവേ ഈസിലി നമുക്ക് വേണമെങ്കിൽ ഈ റീടച്ച് ഓപ്ഷൻ കണ്ടില്ലേ, ആ റീടച്ച് ഓപ്ഷൻ കുറച്ചാൽ മതി. അപ്പോൾ അതാ ഇങ്ങനെ കുറച്ചും കൂടി ബെറ്റർ സ്കിൻ ടോണും ടെക്സ്ചറൊക്കെ കിട്ടും. 8 മെഗാപിക്സലിന്റെ അൾട്രാവൈഡ് ആയതുകൊണ്ട് ആ ഒരു ഡീറ്റെയിൽസ് കിട്ടുന്നുള്ളൂ. കളേഴ്സ് ഒക്കെ ഡീസെന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഡീറ്റെയിൽസ് കുറയുന്നുണ്ട്. 4K 60 FPS വീഡിയോസിന്റെ മെയിൻ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതും സ്റ്റെബിലൈസ്ഡ് വീഡിയോസ് ആണ് വരുന്നത്. സോ ദാറ്റ് ഈസ് നൈസ്. നല്ല വീഡിയോ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. സെൽഫി ക്യാമറ പെർഫോമൻസ് ഓക്കെ ആയിട്ട് തോന്നി. ഡീസെന്റ് സ്കിൻ ടോൺ ഒക്കെ വരുന്നുണ്ട്. പോർട്രേറ്റ് സെൽഫീസ് ഒക്കെ നല്ലതാണ്. എന്നാൽ ഫ്രണ്ട് ക്യാമറ വെച്ച് 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. 1080p ആണ് മാക്സിമം. അതും സ്റ്റെബിലൈസേഷൻ ഒന്നും വരുന്നില്ല. സ്റ്റെബിലൈസേഷൻ വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ വീഡിയോ കുറച്ചും കൂടി സൂം ഇൻ ആവുന്നുണ്ട്. പക്ഷേ ഡീസെന്റ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. 30,000 റുപ്പീസിന്റെ മേളിൽ ഈ കംപ്ലീറ്റ് പാക്കേജ്, അതായത് ഓൾറൗണ്ട് ഫോൺസ് എന്നൊക്കെ പറഞ്ഞിറങ്ങുന്ന ഫോൺസ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ ഫോൺസിൽ തീർച്ചയായിട്ടും ടെലിഫോട്ടോ ക്യാമറ വേണം. ഇപ്പൊ ആക്ച്വലി വന്നു തുടങ്ങിയിട്ടുണ്ട്. റിയൽമി 12 Pro പ്ലസിലുണ്ട്, നമ്മുടെ മോട്ടോ H50 Proയിലൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെയും OnePlus കൊടുക്കേണ്ടതായിരുന്നു. ഈ ഫോൺ വെച്ച് ഇതുപോലുള്ള 2x പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷേ അത് മെയിൻ ക്യാമറ വെച്ചാണ് എടുക്കുന്നത്, ടെലിഫോട്ടോ വെച്ചല്ല. ടെലിഫോട്ടോ വെച്ച് എടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീൽ ഉണ്ട്. സോ ഈ ഫോണിന്റെ പ്രൈസും ഓഫേഴ്സ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. സോ ഓവറോൾ നല്ലൊരു പാക്കേജ് ആണ്. അതായത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് എൻ്റെ മെറ്റൽ ബാക്ക് ആണ്. ആ ഒരു ഇൻഹാൻഡ് ഫീൽ ആണെങ്കിലും ലുക്ക് ആണെങ്കിലും നൈസ് ആണ്. ബാക്കി എല്ലാം ഫീച്ചേഴ്സ് നോർമലി ഈ പ്രൈസ് സെഗ്മെന്റിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് തന്നെയാണ്. ഓക്കെ, സോ ഈ ഫോണിനെ കുറിച്ച് ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ വാല്യൂ ഫോർ മണി ഓപ്പോ ഫോൺ എന്ന് പറയാൻ പറ്റും. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.